കണിക്കുന്ന പൂക്കൾ പോലെ എനി ടൈം ന്യൂസിന്റെ വിഷു വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിനർവ അക്കാദമി തൃശൂർ, ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ ഓട്ടുപാറ, മല്ലയ്യ ജ്വല്ലേഴ്സ് ഓട്ടുപാറ വടക്കാഞ്ചേരി, ജോൺസൺ കണ്ണട വ്യാപാരം ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി, മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി, ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. പരമപവിത്രമായ ഗുരുഭവനപുരിയിൽ ഗുരുവായൂരപ്പനെ സേവിക്കാൻ അവസരം ലഭിക്കുക എന്നത് ജന്മത്തിലെ സുഹൃതം നിറഞ്ഞ നിമിഷങ്ങളാണ്. അത്തരത്തിൽ ഭഗവാനെ സേവിക്കാൻ 2 തവണ ഭാഗ്യം ലഭിക്കുക എന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന ഇരട്ടി മധുരമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2 തവണ മേൽശാന്തിയായി ഭഗവാനെ സേവിക്കാനുള്ള അവസരം ലഭിച്ച പള്ളിശ്ശേരി മന മധുസൂദനൻ നമ്പൂതിരി കണ്ണന്റെ കുസൃതികളും അനുഭവങ്ങളും വിഷുദിനത്തിൽ മനസ്സു തുറക്കുന്നു. 2 വർഷം ഭഗവാനെ കണിയൊരുക്കാൻ അവസരം ലഭിച്ചതും ഭക്തർക്ക് കൈനീട്ടം നൽകാൻ കഴിഞ്ഞതും ഏറെ ഭാഗ്യമായി കാണുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ മേൽശാന്തിയായിരുന്ന കാലയളവിൽ ഒരു മുടക്കങ്ങളും കൂടാതെ കണ്ണനെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാനും മറ്റ് കർമ്മങ്ങൾ യഥാവിധി നടത്താനും കഴിഞ്ഞു. കണിക്കൊന്നയ്ക്ക് വിഷുദിനത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണന് കണി കാണിക്കുന്നതിനെക്കുറിച്ചും തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഗുരുവായൂർ മേൽശാന്തിയായിരിക്കെ മറ്റ് മേൽശാന്തിമാർക്കുണ്ടായ അനുഭവം പോലെ തനിക്കും കണ്ണന്റെ കുസൃതികൾ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് മധുസൂദനൻ നമ്പൂതിരി പറയുന്നു. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം, ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം, വിയ്യൂർ ശിവക്ഷേത്രം, പനങ്ങാട്ടുകര കാർത്യാനി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള തനിക്ക് ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയാകാൻ 2 തവണ അവസരം ലഭിച്ചത് ഭഗവാന്റെ കൃപാ കടാക്ഷം കൊണ്ടാണെന്നും PS മധുസൂദനൻ നമ്പൂതിരി പറഞ്ഞു. നമസ്കാരം. ഞാൻ മുൻ ഗുരുവായൂർ മേൽശാന്തി 2017 ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 31 വരെയും 2024 ഇതേ കാലയളവിൽ ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 31 കൂടിയുള്ള ഈ 2 പ്രാവശ്യം എനിക്ക് ഗുരുവായൂർ മേൽശാന്തിയായിട്ട് കിട്ടാനുള്ളൊരു മഹാഭാഗ്യം എനിക്കുണ്ടായി. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഈ സമയങ്ങളിലാണ്. ഏപ്രിൽ തൊട്ട് ഈ സെപ്റ്റംബർ വരുന്ന ഈ കാലയളവിലാണ് വിഷു, വൈശാഖ മാസം, ഓണം, അഷ്ടമി രോഹിണി ഇവ എല്ലാ ഇതും വിശേഷമായിട്ടുള്ളത് ഈ മാസങ്ങളിലാണ് ഉണ്ടാവാറ്, ഈ 6 മാസം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഷ്ടമി രോഹിണി, അതുപോലെ വിഷു, ഇതൊക്കെയാണ് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ 2 സമയങ്ങളിലും വിഷുവിന് ഗുരുവായൂരപ്പനെ കണി കാണിക്കാൻ എന്നുള്ളൊരു മഹാഭാഗ്യം എനിക്കുണ്ടായി. അത് 2:30 നട തുറന്ന് ഗുരുവായൂരപ്പന് തലേ ദിവസം ഉള്ള കാര്യങ്ങളൊക്കെ കീഴ്ശാന്തിക്കാർ ഒരുക്കി വയ്ക്കും. 2:30 മേൽശാന്തി നട തുറന്ന് ഗുരുവായൂരപ്പന് കണി കണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും മേൽശാന്തി വക വിഷുക്കൈ നീട്ടമൊക്കെ കൊടുക്കാറുണ്ട്. അന്ന് വിശേഷമായിട്ടുള്ള ഇതാണ് വിഷു. സദ്യ, മേളം ഒക്കെ എല്ലാവരും ഗംഭീരമായിട്ട് അവിടെ ആഘോഷിക്കാറുണ്ട്. കണി വയ്ക്കുമ്പോൾ ഈ വാൽക്കണ്ണാടി മറ്റേ ഇതെല്ലാം ആണ് ചെയ്യാറ്. അതിൻ്റെ കൂടെ ഗുരുവായൂരപ്പനും വെക്കാറുണ്ട്. ഇപ്പോൾ കാലം ഇത് പുരോഗമിച്ചതിനനുസരിച്ച് എല്ലായിടത്തും ഓട്ടുരുളിയും പിന്നെ വിഷുവിൻ്റെ എല്ലാ ഇതും ഫേമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഗുരുവായൂരപ്പനെ വയ്ക്കാറുണ്ട്. ഗുരുവായൂരപ്പനെ കണി കണ്ട് ഉണരുക എന്ന് പറഞ്ഞത് ഒരു വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലിയൊരു ഐശ്വര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വിഷുവിന് ഈ കണിക്കൊന്നയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അത് വേറെ വല്ല പൂജകൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്നത് കാണാറില്ല. അപ്പോൾ ഈ കണിക്കൊന്ന എന്താണെന്ന് വെച്ചാൽ ശ്രീരാമൻ ബാലിയെ വിധിക്കുമ്പോൾ ഒളിഞ്ഞു നിന്ന് അമ്പ് ചെയ്തിട്ടുള്ള ഒരു മരം ആയ കാരണം ഭഗവാൻ ആ മരത്തിനെ അനുഗ്രഹിച്ചതും അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ അരഞ്ഞാണായിട്ട് ആ ഇതിന് അതിനും അങ്ങനെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതാണ് ഈ കണിക്കൊന്നയൊക്കെ ഈ കണി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ വയ്ക്കുന്നതും ഗുരുവായൂരപ്പനെ കണി കൊണ്ട് രാവിലെ ഉണരുന്നതൊക്കെ അതിനാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഈ കണിക്കൊന്നയ്ക്ക് വിഷു മലയാളികൾ ആഘോഷിച്ച് വരുന്നൊരു വിശേഷമാണ്. ഇത് കാർഷിക വിളവെടുപ്പിൻ്റെയും മറ്റേ പണ്ടുകാലം മുതൽക്ക് ഈ കാലത്താണ് മറ്റേ ഈ കന്നുകൂട്ടലും കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങലും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെയും ഈ മാങ്ങ, ചക്ക
ഉണ്ടാകേണ്ട ഈ കാലങ്ങളിലാണല്ലോ അതൊക്കെ കൂടുതലായിട്ട് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഒരു കാർഷിക വിളവെടുപ്പിൻ്റെയും കൂടിയും ഒരു ആഘോഷമായിട്ടാണ് വിഷുവിനെ മലയാളികൾ കണ്ടിരുന്നത്. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായിട്ടാണ് ഈ വിഷുവിനെ കണക്കാക്കുന്നത്. എന്തായാലും ഗുരുവായൂരപ്പൻ്റെ 2 പ്രാവശ്യം ഗുരുവായൂരപ്പൻ്റെ മേശാന്തി ആവാൻ സാധിച്ചു. അത് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ജന്മസുഹൃതം ഗുരുവായൂരപ്പൻ്റെയും കാരണവന്മാരുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ്. ആ സമയങ്ങളിൽ ഈ 2 പ്രാവശ്യം വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാണ്ട് ഗുരുവായൂരപ്പൻ കൊണ്ടു നടന്നു. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇതാണ് ഗുരുവായൂരപ്പൻ്റെ മേശാന്തി ആവുക, ഗുരുവായൂരപ്പൻ്റെ അമ്മയാവുക. ഗുരുവായൂരപ്പനെ രാവിലെ 2:30-ക്ക് എണീച്ച് പോയി 3 മണിക്ക് നട തുറന്ന് നിർമാല്യം, വാകച്ചാർത്ത്, എണ്ണാഭിഷേകം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാ പൂജയും കാര്യങ്ങളും ഉച്ചപൂജ കഴിഞ്ഞിട്ട് മേശാന്തിക്ക് ഭക്ഷണം അടക്കം കഴിക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ പല ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ വയ്യായോ അങ്ങനെയുള്ള ഒന്നും ഗുരുവായൂരപ്പനായിട്ട് നമുക്ക് ഒന്നും ആ സമയങ്ങളിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു പെലയോ അല്ലെങ്കിൽ മാറിയിരിക്കേണ്ട ഒരു അവസ്ഥ വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതൊക്കെ ഏറ്റവും വലിയൊരു ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സാധനങ്ങൾ കാണാണ്ട് വരിക, മറ്റേ എല്ലാ മേശാന്തിമാരും പറയണ പോലെ തിലവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണാണ്ടാവുക, കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും ചെയ്യും. അപ്പം അങ്ങനെയുള്ള പല അനുഭവങ്ങളും ഗുരുവായൂരപ്പൻ്റെ നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും അതൊരു ഭംഗിയായിട്ട് നിർവഹിക്കാൻ എനിക്ക് പറ്റി. അതിന് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാനത് കരുതുന്നു. ഗുരുവായൂർ മേശാന്തിയായിട്ട് കിട്ടാന്ന് വരെ ഏറ്റവും മുജ്ജന്മ സുഹൃതമാണ്. കാരണം നമ്മുടെ ഗുരു കാരണവന്മാരെയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അവിടെ ഇപ്പോൾ അപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഗ്രാമക്കാർക്ക് പാടുള്ളൂ എന്നുണ്ട്. ശുഭപുരം, പെരുമനം ഗ്രാമക്കാർക്ക് പാടുള്ളൂ. അഗ്നിഹോത്ര, ഭട്ടകൃത്യം അങ്ങനെയുള്ള കുടുംബക്കാർക്ക് മാത്രമേ അവിടെ അപേക്ഷിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ അതിലൊക്കെ ഒരു ഭാഗമാവാനും ഒക്കെ ഒരു നിമിത്തം എന്ന് പറയാം. അതൊക്കെ ഒരു എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം മാത്രം. അതുകൊണ്ടാണ് അവിടെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നറുക്കെട്ടിൽ 2 പ്രാവശ്യം മേശാന്തി ആവാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടി. ഏപ്രിൽ 1 മുതൽ 2017 സെപ്റ്റംബർ 31 ഈ 2024 ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 31 2 ടൈമിലാണ് ഞാൻ ഗുരുവായൂർ മേശാന്തിയായിട്ട് ഇരുന്നിരുന്നത്. ഈ കാലയളവിൽ വിഷു, വൈശാഖ മാസം, അതുപോലെ ഓണം, അഷ്ടമിരോഹിണി ഇങ്ങനെയുള്ള വിശേഷ എല്ലാ ദിവസങ്ങളിലും എനിക്ക് ആ ഗുരുവായൂരപ്പൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാൻ വളരെയധികം പറ്റി. മറ്റെന്ന് പറഞ്ഞാൽ ഓണത്തിന് ഉത്രാട കാഴ്ചക്കൊല, അഷ്ടമിരോഹിണിക്ക് ഗുരുവായൂരപ്പനുള്ള പൂജകൾ, പിന്നെ വൈശാഖ മാസത്തിലെ എല്ലാ പൂജകളും മേശാന്തിയാണ്. ഈ വൈശാഖ മാസത്തിലെ ഏപ്രിൽ മെയ്യിൽ ഉച്ചപൂജ അടക്കം. കാരണം ഭക്തജനങ്ങളുടെ തിരക്കനുസരിച്ച് ഇപ്പോൾ ജൂൺ മാസം മുതലൊക്കെ ഉദയാസ്തന പൂജ തുടങ്ങുള്ളൂ. അപ്പോൾ എല്ലാ പൂജകളും മേശാന്തി തന്നെ ഈ മാസങ്ങളിൽ തുടർച്ചയായിട്ട് വേണം. അപ്പോൾ അതൊക്കെ ചെയ്യാനും എല്ലാറ്റിനും ഒരു വലിയൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടി. അതൊക്കെ ഒരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. നമസ്കാരം. മാഡം മാഡം ഇപ്രാവശ്യം 2-ാം തീയതിയാണ് വരണേ. എല്ലാവർക്കും വിഷു എൻ്റെ ആശംസകൾ നേരുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യം, സമാധാനം, സന്തോഷം നിറഞ്ഞ ആയുരാരോഗ്യത്തോടെ എല്ലാവരും ഇരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നിർത്തുന്നു. നമസ്കാരം. കണിക്കുന്ന പൂക്കൾ പോലെ എനി ടൈം ന്യൂസിന്റെ വിഷു വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മിനർവ അക്കാദമി തൃശൂർ, ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ ഓട്ടുപാറ, മല്ലയ്യ ജ്വല്ലേഴ്സ് ഓട്ടുപാറ വടക്കാഞ്ചേരി, ജോൺസൺ കണ്ണട വ്യാപാരം ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി, മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി, ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം
ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.